നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ കടലിലോട്ട് യാത്ര പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കുള്ളതാ ഈ ഒരു വീഡിയോ. നിങ്ങളെ ഫ്രണ്ട്സോ കൊളീഗ്സോ ഫാമിലിയോ പോണ്ടിച്ചേരി ഇനി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മസ്റ്റായിട്ട് അയച്ചു കൊടുത്തോ ഈ ഒരു വീഡിയോ. ഇതിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ പോണ്ടിച്ചേരിയിലെ എല്ലാ ബീച്ചസും കാണാം, ഒരു ബോട്ട് റൈഡ് എങ്ങനെ പോകാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളങ്ങനെ വന്നിട്ടുള്ളത് പോണ്ടിച്ചേരി SRM ക്രൂസിലോട്ടാണ്. നിങ്ങൾ പോണ്ടിച്ചേരി എത്തിയിട്ട് ബീച്ചസ് എല്ലാം നടന്ന് കാണാൻ വലിയ താല്പര്യമില്ലെങ്കിൽ നേരെ ഈ SRM ക്രൂസ് ബോട്ടിൻ്റെ ടിക്കറ്റ് എടുത്തോ. ഇതിൽ മെയിൻ അഡ്വാൻറ്റേജ് തന്നെ പോണ്ടിച്ചേരിയിലെ ഒട്ടുമിക്ക ബീച്ചസും നിങ്ങൾക്ക് ഈ ഒരു ബോട്ട് റൈഡിൽ കവറായി കിട്ടും. അപ്പോൾ ഇതിൽ കയറിയിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ കയറിയിട്ട് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്ന് കയറാം. ഈ SRM ക്രൂസ് ബോട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പോണ്ടി മറീന ബീച്ചിന് അടുത്തായിട്ടാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ടിക്കറ്റ് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അവരെ വിളിച്ച് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 650 രൂപ. അതിൽ തന്നെ നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് വെള്ളമോ സ്നാക്സോ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഡ്രൈവിംഗ് സീറ്റില്ലല്ലേ. ഇവിടെ നിന്നാണ് നമ്മുടെ ബോട്ട് ഡ്രൈവ് ബോട്ട്. ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇത് രണ്ടും ബാത്റൂമാണ് സൈഡിലുള്ള. നമ്മളങ്ങനെ ആസനസ്ഥനായി ഇവിടെ ഇരുന്ന് ഞങ്ങളിവിടെ സൈഡിലായിരുന്നു. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ SRM മാത്രമല്ല, ഒരുപാട് ക്രൂസ് ബോട്ട് റൈഡിൻ്റെ ആൾക്കാരെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ക്രൂസ് ബോട്ട് റൈഡ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ഈ മാൻഗ്രോവ് ഫോറസ്റ്റിലോട്ടും പോകുന്ന ബോട്ടുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ഈ താഴെ കാണുന്ന ഈ കുഞ്ഞു ബോട്ട് മാൻഗ്രോവ് ഫോറസ്റ്റിലോട്ട് പോകുന്നത്. ഈ സീകൾ എന്ന് പറയുന്ന വലിയ ബോട്ട് നേരെ ഡീപ് സീയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മളെ ബോട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും മുന്നിൽ കയറി സീറ്റ് ഉറപ്പിച്ചു. നമ്മൾ മുന്നിലിരിക്കാനാണ് ഉദ്ദേശിച്ചത് ആദ്യം. അങ്ങ് നിന്ന് കാര്യം പറയുന്ന റെഡ് ടീഷർട്ടിനെ കണ്ട് ആ പുള്ളിക്കാരനെ നമ്മൾ ഈ ബോട്ട് റൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ബോട്ട് നേരെ കായലിൽ നിന്ന് കടലിലോട്ട് മൂവ് ആയി തുടങ്ങി. നിങ്ങൾക്ക് കാണാം, സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മാൻഗ്രോവ് ഫോറസ്റ്റിലോട്ട് പോകുന്ന ബോട്ടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളും സീറ്റിൽ നിന്നിട്ട് നേരെ മുന്നിൽ വന്ന് നിപ്പം ഉറപ്പിച്ചു. പിന്നെ നമ്മൾ മാത്രം അവിടെ ഇരുന്നിട്ട് കാര്യമുണ്ട്, വല്ലതും കാണണ്ടേ? ആൾക്കാരെല്ലാം മുന്നിൽ കയറി നിൽക്കുക. ഈ ക്രൂസ് ബോട്ടിലുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ ക്രൂസ് ബോട്ട് ടിക്കറ്റ് ഫ്രീയാണ്. ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 300 രൂപ ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. നമ്മൾ നേരെ കായലിൽ നിന്ന് കടലിലോട്ട് ഇറങ്ങുന്നത്. ഈ കായലും കടലും കൂടെ ചേരുന്നൊരു ഭാഗമുണ്ട്, റിവർ മൗത്ത് എന്ന് അവരതിന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മളീ പോകുന്നത്. അതും കഴിഞ്ഞിട്ട് ആ കടലിലോട്ട് നമ്മൾ എൻ്റർ ആവുന്നത്. കടലിലോട്ട് എത്തുന്നതിന് മുമ്പുള്ള കരച്ചിലാണ് നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്നത്. കടലിൽ എത്തിക്കഴിഞ്ഞ് എന്തുവാന്ന് ഞാൻ കാണിച്ചു തരാം. നേരെ ആ വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് ഉണ്ട്. ദൂരെ നല്ല നീല കളറിൽ കടൽ കാണാം. ഇപ്പം നമ്മൾ കായലിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത്. ഈ ഒരു കടൽ ഭിത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഡീപ്പ് സീയിലോട്ടാണ് പോകാനായിട്ട് പോകുന്നത്. നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടനാണ് ഇട്ടേക്കുന്ന പാട്ടെല്ലാം കിടിലൻ പാട്ടാണ്. ട്രെൻഡ് പാട്ടുകൾ ഇട്ടാണ് ബോട്ട് ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇട്ടേക്കുന്ന പാട്ടിനനുസരിച്ച് ചേട്ടൻ്റെ സ്പീഡും കൺട്രോൾ ആവുന്നത്. പുള്ളി ആ ഒരു വൈപ്പിനാണ് ബോട്ട് ഓടിക്കുന്നത് തന്നെ മൊത്തത്തിൽ. അങ്ങനെ നമ്മൾ നേരെ കായലിൽ നിന്ന് കടലിലോട്ട് എൻ്റർ ആവാനായിട്ട് പോവുക. കായലും കടലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കളറിൻ്റെ വ്യത്യാസം കണ്ടോ വെള്ളത്തിൻ്റെ? ഇതിനെയാണ് റിവർ മൗത്ത് എന്ന് പറയുന്നത്. ബോട്ട് കടലിലോട്ട് എൻ്റർ ആയപ്പോൾ തന്നെ സീറ്റ് ഇരുന്ന് എല്ലാവരും ചാടി എണീക്കാൻ തുടങ്ങി. ആരും പിന്നെ സീറ്റ് ഇരുന്നില്ല. എല്ലാവരും നേരെ ബോട്ടിൻ്റെ മുന്നിലോട്ട് വരാനായിട്ടാണ് തുടങ്ങിയത്. ഞാൻ നേരെ അപ്പോൾ ജിനുവിനെ മുന്നിൽ കയറ്റി. നമുക്ക് വീഡിയോ എടുക്കണമല്ലോ, അതാണല്ലോ മെയിൻ ഐഡിയ നമ്മുടെ. ജിനു അങ്ങനെ മേളിൽ കയറി നിൽക്കുന്ന വീഡിയോ ആയി കാണുന്നത്. അടുത്തെല്ലാം കുട്ടികളൊക്കെ ഈ മൂലയ്ക്ക് വന്ന് ഇരിപ്പുണ്ട്. ഞാനങ്ങനെ പേടിച്ച് എങ്ങനെയോ മുകളിലോട്ട് കയറി. കാര്യം ഇത് പോകുന്ന ഭയങ്കര സ്പീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ ഈ തിരമാല ഒന്ന് അടിക്കുമ്പോൾ മൊത്തത്തിലത് ആടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്തോന്ന് മനസ്സിലായി. കടലിലോട്ട് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലൊന്നും വേറെ തന്നെ കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ ഏതാണ് പോണ്ടി മറീന ബീച്ച് റൂബി ബീച്ചും കവർ ചെയ്തിട്ടുണ്ട്. 2 ബീച്ച് ഇപ്പോൾ കവർ ചെയ്തു. ഇത് കടലിൽ നിന്ന് കായലിൽ നിന്ന് കടലിലോട്ട് കയറുന്ന ഒരു ഇതുണ്ട് സംഭവം. റിവർ മൗത്ത് എന്നാണ് അവർ പറയുന്നത്. അതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ, ഈ ബോട്ടുകൾ ഇങ്ങനെ താഴെ മുങ്ങിയും പേടിച്ചു നമ്മൾ മൊത്തത്തിൽ. പൊളി ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആടുന്നത് തന്നെ ആടല്ല, ചേട്ടൻ ആട്ടുമായിട്ട്. ഇത്ര ആൾക്കാർ ഈ ബോട്ടിനുള്ളിലുണ്ട്.
നിങ്ങൾ എവിടെയൊക്കെ യാത്ര എന്ന് പറഞ്ഞാലും കടലിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിലൊരു കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്നൊന്ന് വേറെ തന്നെ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഡീപ് സീയിലൂടെ ഒന്ന് ബോട്ടിൽ പോകുന്നേ. നല്ല ഡിസ്റ്റൻസ് ഉള്ളി വന്നു കേട്ടോ കടലിൽ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടലിലോട്ട് നിങ്ങളൊരു യാത്ര പോകണം. സെറ്റാ അല്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം കടലിലോട്ടൊരു യാത്ര. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ്. ഇത് ഈ തിരയുടെ മണ്ടേ കൂടെ പോകുന്ന എന്റെ പൊന്നോ പിടിക്കാൻ പോലും പറ്റൂല. കണ്ടത്ത് ആടിയാടിയാവും നിങ്ങൾ പിടിച്ചാ വെക്കുന്ന മുറുക്കിതാ. ഡോൾഫിനെ കണ്ടാ സെറ്റായിരുന്നു കേട്ടോ. ബോട്ട് ഇത്ര ആടി കളഞ്ഞിട്ട് എല്ലാവരും അവിടെ ഇവിടെ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ ഇവിടെ ഡോൾഫിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അവിടെ ഇവിടെ മാറി തിരിഞ്ഞ് നോക്കുന്നേ. ഡോൾഫിൻ ബ്രീഡിംഗ് സമയത്ത് വരുന്ന ഒരു ഏരിയ കൂടെ നമ്മളീ പോകുന്നത്. നിർഭാഗ്യവശാലും നമുക്ക് ഡോൾഫിനെ ഒന്നും ഈ റൈഡിൽ കിട്ടിയില്ല. നമ്മളും ഡോൾഫിനെ കാണുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ വന്നത്. എന്തുകൊണ്ടോ നമുക്ക് ഡോൾഫിനെ കാണാനായിട്ട് പറ്റിയില്ല ഈ ഒരു ടൈമിൽ. ടോട്ടൽ 2.5 മണിക്കൂറുള്ള ഈ ഒരു ബോട്ട് റൈഡിൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഡോൾഫിനെ കാണാം. അത് മാത്രമല്ല നിങ്ങൾക്ക് ഡീപ് സീയിലോട്ട് ഒരു 21 കിലോമീറ്റർ ഇവർ ഈ ബോട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയി ഈ ഒരു ബോട്ട് റൈഡ് പോണ്ടിച്ചേരിയിൽ. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് സൂപ്പർ സൂപ്പർ. നമ്മളങ്ങനെ പാരഡൈസ് ബീച്ചിൻ്റെ തീരത്തെത്തി. ഇവിടെ മെയിൻ അഡ്വാൻറ്റേജ് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീരപ്രദേശം ഉള്ളടത്തു നിന്ന് വരുന്നത്, അത് കേരളത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒന്നും ഈ ഒരു ബീച്ചിലില്ല ഞാൻ നോക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ബോട്ട് റൈഡ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ മെയിൻ ബീച്ചസ് എല്ലാം കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അതിൻ്റെ തീരങ്ങളെല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റും. പാരഡൈസ് ബീച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ ബോട്ട് നല്ലോണം ഒന്ന് ടേൺ ചെയ്ത് ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ആ ബോട്ടിലുള്ളവർ പേടിച്ച്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെച്ചിരുന്ന തൊപ്പി പറന്ന് ബോട്ടിൻ്റെ മണ്ടയിൽ പോയി വീണ്. മണ്ടയിലത്തെ ആ റൂഫിൻ്റെ പുറത്ത് പോയി വീണ് തൊപ്പി. എൻ്റെ തൊപ്പിയാണ് ഒരു മണ്ടയിൽ കിടക്കുന്നത്. നേരാ തൊപ്പി പോയി ഗയാ. നമ്മുടെ തൊപ്പി റൂഫിൻ്റെ പുറത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ ബോട്ട് വേറൊരു പുള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ട് നേരെ ആ തൊപ്പി എടുക്കാനായിട്ട് നേരെ പോയി. തൊപ്പി കിട്ടി ഗായ്സ്, തൊപ്പി കിട്ടി. അങ്ങനത്തെ നമ്മൾ ബോട്ടിൽ നല്ല ഡീപ് സീയിലെത്തി. അതായത് സ്കൂബ ഡൈവിംഗ് സ്പോട്ടാണ് നിങ്ങൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൂരെ കാണുന്ന ഈ ഒരു സ്പോട്ടിലാണ് സ്കൂബ ഡൈവിംഗ് ആക്ടിവിറ്റീസും ഒക്കെ നടക്കുന്നത് ഇവിടെ. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്പോട്ട് ആ സ്ക്യൂബ ഡൈവിംഗ് സ്പോട്ട്. പക്ഷേ അവിടെ കാണാനായിട്ട് പറ്റത്തില്ല. ഇത് ആക്ഷൻ ക്യാമറയിലാണ് എടുക്കുന്നത്. ക്യാമറ വ്യക്തമായിട്ട് പിടിക്കാൻ പോലും പറ്റില്ല. അത്രയും ഫാസ്റ്റായിട്ട് ബോട്ട് പോകുന്നത്. ഈ വെള്ളത്തിൽ അടിക്കുമ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ പൊങ്ങിയൊക്കെ പോകുന്നു നിൽക്കുന്ന ബോട്ടിൽ നിന്ന്. ഫാസ്റ്റ് പോകുന്നതിനല്ലേ അയ്യോ കയ്യൊക്കെ
അയ്യൊന്നും വയ്യ, പിടിച്ചും ഞെക്കി 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 ഇരിക്കുക ഇവിടെ. ഇപ്പോൾ ഒരു വീഡിയോ വല്ലാത്ത എക്സ്പീരിയൻസ്. ഒരുപാട് തവണ ബോട്ടിൽ കായലിൽ പോയിട്ടുണ്ടെങ്കിൽ കടലിൽ പോയൊരു എക്സ്പീരിയൻസ് എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല. എന്തൊരു വെറൈറ്റി ഫീലായിരുന്നു കടലിൽ പോകുമ്പോൾ. നമ്മൾ പോകുന്ന നോർമൽ വാട്ടർ പോലെയല്ല, ബോട്ട് കിടന്ന് ആടുന്നത് പോലെ എന്നതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കും. നമുക്ക് എന്തോ ഒരു വല്ലാത്ത ഫീലാണ് സംഭവം. അണ്ണം പാട്ടൊക്കെ ഇട്ടാ വൈബിനെ ഓട്ടിക്കുന്ന മൊത്തത്തിലായി. നമ്മളിങ്ങനെ പോണ്ടി മറീനാണ് നേരെ വന്നിരിക്കുന്ന റോക്ക് ബീച്ചിലോട്ടാണ്. റോക്ക് ബീച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗാന്ധിജിയുടെ പ്രതിമയുള്ള ബീച്ചില്ലേ, അതിന് തീരപ്രദേശമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓൾഡ് പോർട്ടും നമുക്ക് ലൈറ്റ് ഹൗസും ഒക്കെ കാണാനായിട്ട് പറ്റും ഈ ഒരു തീരത്തിനടുത്ത് എത്താറാകുമ്പോൾ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഉയര് കൈ പിടിച്ചായിരുന്നു. പൊളി 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 സെറ്റായിരുന്നല്ലേ. ഇത് ഈ കാണുന്നത് ഓൾഡ് പോർട്ടിൻ്റെ അവശിഷ്ടങ്ങളാണ് കേട്ടോ. ഈ കുറ്റിയടിച്ച പോലെ കാണുന്നത് പഴയ പോർട്ട്, അതായത് ഫ്രഞ്ചുകാരുള്ള സമയത്ത് അവരുടെ പോർട്ടായിരുന്നു ഈ കാണുന്നത്. അതിൻ്റെ അവശിഷ്ടം ഈ കാണുന്ന സംഭവം. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്മർ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം ഇതിനടുത്ത് തന്നെ ആയിട്ടാണ്. ചേട്ടൻ വൈബ് പാട്ടാന്ന് പറഞ്ഞില്ല, ചേട്ടൻ ഇട്ടിരിക്കുന്ന പാട്ടൊക്കെ കേട്ടോ ബോട്ടിനകത്ത്. നെസ്ലിൻ്റെ മാത്യൂസിൻ്റെ നെയ്മർ സിനിമ ഷൂട്ട് ചെയ്തത് ഈ കാണുന്നൊരു ബ്രിഡ്ജിന് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇത്തിരി ഉള്ളിലായിട്ട് ആ ഒരു പടം ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ പോണ്ടിച്ചേരി സീക്വൻസ് ഒക്കെ എടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതും പോർട്ടിൻ്റെ അവശിഷ്ടം, ഈ കാണുന്ന ഓൾഡ് പോർട്ടിൻ്റെ അവശിഷ്ടം തന്നെ ഈ ഒരു കാണുന്ന സെറ്റപ്പും. നമുക്ക് അങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റിയില്ല. ഇവിടുന്ന് നേരെ ഇനി നമ്മൾ തിരിച്ചു പോവുക. ഈ ബോട്ട് റൈഡ് നമുക്കിവിടെ അവസാനിക്കുക ചെയ്തത്. നമ്മളങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് കരയിലോട്ട് എത്താൻ പോവുക. ആണ്ടേ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. സെറ്റായിരുന്നു. പൈസക്ക് കയറണം. നിങ്ങൾക്ക് ഈ ബോട്ട് റൈഡ് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ ഇവിടെ എത്താനായിട്ട് നോക്കുക. ഈവനിങ് ടൈം ആകുമ്പോൾ വലിയ ചൂട് കാണത്തില്ല. മോർണിംഗ് ഒക്കെ നിങ്ങൾ റൈഡ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ചൂടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈവനിങ് ടൈം ആകുമ്പോൾ കറക്റ്റ് ടൈമാണ്. തിരിച്ച് പോകുന്ന വഴിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബോട്ടുകളാണ്. ഈ തായ്ലൻഡിലൊക്കെ പോകുന്നൊരു പ്രതീതി തിരിച്ച് പോകുമ്പോഴത്തേക്ക് അടുക്കടുക്കല്ല ബോട്ട് ഹട്ടുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കല്ലേ നീ തായ്ലൻഡിൽ പോയിട്ടുണ്ടോന്ന്, വീഡിയോസിൽ കണ്ടു വെച്ച് ഞാനങ്ങ് അടിച്ചു വിട്ടെന്നേ ഉള്ളൂ.
പിന്നെ എല്ലാവരും എനിക്ക് തോന്നി മാംഗ്രോവ് ഫോറസ്റ്റ് കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ബോട്ടുകൾ പോകുന്നത്. നമുക്ക് പിന്നെ മാംഗ്രോവ് ഫോറസ്റ്റ് കണ്ട് മടുത്ത് കിടക്കുന്നതുകൊണ്ട് വലിയ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയില്ല. നമുക്ക് മുന്നേ പോയ ക്രൂസ് ബോട്ടാണ് ഈ മുന്നിൽ പോകുന്നത്, സീഗിൾ എന്ന് പറയുന്ന ബോട്ട്. ഇവരാ നമുക്ക് മുന്നേ പോയി, അവരും പക്ഷേ നമ്മളോട് തന്നെ തിരിച്ചു വന്നത്. അങ്ങനെ നമ്മളെ ബോട്ട് ഒതുക്കാൻ സമയം ഈ പുള്ളിക്കാരൻ ബോട്ട് കെട്ടാനായിട്ട് ആ വലിയ റോപ്പൊക്കെ എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ കരയ്ക്ക് അടുക്കുമ്പോഴത്തേക്ക് ഈ റോപ്പ് എറിഞ്ഞു കൊടുത്ത് അവിടെ കരയിലുള്ള ആൾ ആ റോപ്പ് പിടിച്ച് കെട്ടിക്കോളും. ഇത് അങ്ങനെ റോപ്പ് എറിഞ്ഞ് ബോട്ട് കെട്ടാനായിട്ട് പോവാ പുള്ളിക്കാരൻ. ഇറങ്ങാൻ കഴിഞ്ഞ് വാ. ബ്രോ താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച് ബ്രോ. എൻ്റെ കൊടുക്കാം நீங்கள் தானே டிரைவர்? சூப்பர்ண்ணா, தேங்க்யூ. உங்கள் பிளேலிஸ்ட் எல்லாம் ரொம்ப பெருசாக இருக்குண்ணா. താങ്ക്സ് അണ്ണാ. വീഡിയോ അയക്കാനാ? അത് കുഴപ്പമില്ല, അത് കൊടുക്കാമെന്ന് പറവാ. അതൊക്കെ കൊടുക്കാം. വേണ സാറ് ഞങ്ങൾ പോയതിൽ ഏറ്റവും സെറ്റ് യാത്രയായിരുന്നു ഇല്ലടാ അത്. ഒച്ചയൊക്കെ അടച്ച് കൂവി എന്നാ അത് ഒച്ച വയ്യായിരുന്നു അല്ലേ? ഇതിൽ പറയണ്ടോ താങ്കൾക്ക്? അയ്യോ ഒന്നും പറയല്ല,